ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് വൈറ്റ് സോസ് ചിക്കൻ റെസിപ്പിയാണ്. നേരത്തെ ചാനലിൽ ഗാർലിക് ബട്ടർ റൈസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം റിക്വസ്റ്റ് വന്നിരുന്നു വൈറ്റ് സോസ് ചിക്കൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് അപ്ലോഡ് ചെയ്തതാണ്. ഇതിനു വേണ്ടി 2 സവാള, 20 to 25 ഗാർലിക് പോഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗാർലിക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ മിക്സഡ് ഹെർബ്സ് അല്ലെങ്കിൽ ഒറിഗാനോ എങ്കിലും ചേർത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒക്കെ വഴന്ന് വന്നതിന് ശേഷം ഇവിടെ 800 to 850 ഗ്രാംസ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ചിക്കൻ കുക്കാവുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പം ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി അത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതിന് വരെ ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉടച്ചുടച്ച് അത് നല്ല സ്മൂത്ത് ടെക്സ്ചറാക്കി എടുക്കണം. അതിനുശേഷം 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാനിവിടെ 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബോയിൽഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിക്കാവുന്നതിന് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ മിക്സഡ് ഹെർബ്സ് ഓർ ഓർഗാനോ ചേർത്ത് കൊടുത്താലും മതി. ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിള വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ലാസ്റ്റ് നമുക്ക് ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ ഇട്ട് കൊടുക്കാവേ. അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഗാർലിക് ബട്ടർ റൈസിൻ്റെയോടോ അല്ലെങ്കിൽ ചപ്പാത്തി റൊട്ടിയോടൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ലൊരു കോമ്പിനേഷനാണ് കഴിക്കാൻ, നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ ഗാർലിക് ബട്ടർ റൈസിൻ്റെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ മറക്കല്ലേ, ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ. എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ. ബൈ ബൈ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.